ഹായ് മക്കളെ, നീറ്റ് 2025 എക്സാമിനേഷൻ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ പ്രകാരം എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്ന മാറ്റങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. NTA കഴിഞ്ഞ വർഷം എക്സാമിനേഷൻ നടത്തിയ സമയത്ത് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കേസ് ഉണ്ടായി, സുപ്രീം കോടതിയിലൊക്കെ കേസുകൾ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. സർക്കാർ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷനെ നിയോഗിച്ചു. അതിൽ തന്നെ കമ്മീഷന്റെ റിപ്പോർട്ടും അതുപോലെ സജഷൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഓൺലൈനിലേക്ക് എക്സാമിനേഷൻ മാറ്റോ ഇല്ലേ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. NTA സംബന്ധിച്ചിടത്തോളം NTA ഈ എക്സാമിനേഷൻ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് സാധാരണ രീതിയിൽ കണ്ടക്ട് ചെയ്യാറുള്ളത്. നീറ്റ് എക്സാമിനേഷൻ ഇനി ഓൺലൈനിലേക്ക് മാറുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടില്ല. കേന്ദ്രമന്ത്രി ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിനേഷന്റെ കണ്ടക്ടിങ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് മാറും എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് സാധാരണ നമ്മളൊരു സെന്ററിൽ പോവുകയും നമ്മുടെ പേപ്പർ പെൻ എക്സാമിനേഷൻ വഴി പേപ്പറിൽ എക്സാമിനേഷൻ എഴുതുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് മാറുന്ന സമയത്ത് അത് പല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കമ്പ്യൂട്ടർ സെന്ററുകളിൽ മാത്രമേ എക്സാമിനേഷൻ നടക്കാൻ സാധ്യതയുള്ളൂ. കമ്പ്യൂട്ടർ സെന്ററിലേക്ക് എക്സാമിനേഷൻ എല്ലാ കുട്ടികൾക്കും ഒരേ സമയം വലിയ രീതിയിൽ മാസ്സായിട്ട് എക്സാമിനേഷൻ എഴുതാൻ അതുപോലെ തന്നെ അത് കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പല ഫേസുകളായിട്ട് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പല സെന്ററുകളും പല രീതിയിലും ആളുകൾക്ക് ആക്സസിബിലിറ്റി ഒക്കെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടി നമ്മൾ ഇതിന് മുന്നിൽ കാണുകയാണ്. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള കമ്മീഷനായിരുന്നു രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. രാധാകൃഷ്ണൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് 1-2 നിർദ്ദേശങ്ങളായിരുന്നു പ്രധാനമായിട്ടും കൊടുത്തിരുന്നത്. ഒന്ന്, ഓൺലൈനിലേക്ക് എക്സാമിനേഷൻ മാറ്റുക എന്ന് പറഞ്ഞ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ ഒരു ഡ്യൂറേഷനൊക്കെ കുറക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിൽ രണ്ടും ഹൈബ്രിഡ് മോഡലിലേക്ക് നടത്താമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മിക്കവാറും ഒരു ഓൺലൈൻ ടെസ്റ്റിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ NTA ഇതുമായി ബന്ധപ്പെട്ടൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോ ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷനോ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ട് ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്നുള്ള സ്വഭാവത്തിലൊന്നും കാണാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പം എക്സാമിനേഷൻ പേപ്പർ പെൻ മോഡലാണെങ്കിലും അതുമല്ല ഈ CBT മോഡലാണെങ്കിലും ഓൺലൈൻ മോഡലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുമായിട്ട് എജുപോഡ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എക്സാമിനേഷൻ എഴുതേണ്ടത്, എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് മക്കളെ നിങ്ങൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതില്ല. എക്സാമിനേഷൻ ഏത് മോഡലാവും, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചേഞ്ചസ് വരാൻ സാധ്യത ഉള്ളത്, അത് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേഷൻസ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്താണ് മോഡ് എന്നുള്ളത് നമ്മുടെ എക്സാമിനേഷനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.